ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വര മരണം സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിയായ 72-കാരനാണ് മരണപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായിട്ട്. രതീഷ്. സേതു, ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. കാരണം ഈ വേനൽക്കാലം കൂടുന്നതനുസരിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരാഴ്ചയായി ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. തുടർന്ന് ഈ ചികിത്സയ്ക്കിടെയാണ് ഇന്ന് മരണപ്പെട്ടത്. 72 വയസ്സായിരുന്നു. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 2025 47 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. 2024 പക്ഷേ മരണസംഖ്യ 9 ആയിരുന്നു. കഴിഞ്ഞ തവണ ഈ മരണസംഖ്യ കൂടിയത് വലിയ ആശങ്കപ്പെടുത്തിയിരുന്നു. പക്ഷേ കൃത്യമായ ജാഗ്രതയും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലെ വെള്ളവുമായുള്ള സമ്പർക്കമാണ് ഈ രോഗകാരണത്തിന് പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും മുൻകരുതലും ജാഗ്രതയും തന്നെയാണ് ഇതിന് ഒരു പ്രതിവിധിയായി ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ ക്ലോറിനേഷൻ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ നടത്താറുണ്ട്. എന്തായാലും ഈ മരണം നടന്ന സച്ചിദാനന്ദന്റെ വീട്ടിലെ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രത കൂടുതൽ പുലർത്തണം. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കെട്ടിയെടുക്കുന്ന ജലാശയങ്ങൾ ഉൾപ്പെടെ സമ്പർക്കം പുലർത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഈ ഘട്ടത്തിൽ പൊതുജനങ്ങളോട് പറയുന്നത്. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞ പോലെ തന്നെ കൂടുതൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നു, അത് ആളുകളുടെ ജീവൻ എടുക്കുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും അതിനൊരു മെഡിസിൻ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയെങ്കിലേ കാര്യമുള്ളൂ.